തിരൂരങ്ങാടി ചെമ്മാട് പ്രവർത്തിക്കുന്ന അൽറൈഹാൻ കണ്ണാശുപത്രിയിൽ അക്കൗണ്ടന്റായിരിക്കെ ചെമ്മാട്ടെ സ്ഥാപനത്തിലെ ആവശ്യങ്ങൾക്കും പുതിയ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനുമായി ഏൽപ്പിച്ചിരുന്ന പണം കവർച്ച ചെയ്തെന്ന പരാതിയിലാണ് മുൻ അക്കൗണ്ടന്റിനെതിരെ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തത്. ആശുപത്രിയിലെ മുൻ അക്കൗണ്ടന്റും ആദവനാട് പരിധി സ്വദേശിയുമായ കല്ലട അഫ്സൽ റഹ്മാനെതിരെ തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആകെ 13.19 ലക്ഷം രൂപയാണ് അഫ്സൽ റഹ്മാൻ കവർന്നത്. ഇതിനുശേഷം ഇയാൾ ഒളിവിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ നവംബർ 14 വരെയാണ് അഫ്സൽ ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇക്കാലയളവിൽ അൽറൈഹാൻ ആശുപത്രിയുടെ പരപ്പനങ്ങാടി ബ്രാഞ്ച് ആരംഭിക്കുന്നതിന് നിക്ഷേപകരിൽ നിന്ന് ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന 10 ലക്ഷം രൂപയും ചെമ്മാട്ടെ ആശുപത്രിയുടെ ദൈനംദിന വരുമാനത്തിൽ നിന്ന് 3,19,182 രൂപയും അക്കൗണ്ടന്റായിരുന്ന അഫ്സൽ തിരിമറി ചെയ്ത് വകമാറ്റിയെന്നാണ് പരാതി. ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ നൽകിയ പണം ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ച് മോഷ്ടിക്കുകയും ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്ത് കറങ്ങുകയും ആധുനിക മൊബൈൽ ഫോണുകളും വാച്ചുകളും വാങ്ങിയും ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു അഫ്സൽ. ദൈനംദിന വരുമാനത്തിൽ തുടർച്ചയായി വൻതോതിൽ കുറവ് വന്നത് ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി മാനേജ്മെന്റ് നടത്തിയ ആഭ്യന്തര പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടി SI KV സിയാസിനാണ് അന്വേഷണ ചുമതല. ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.